ഹലോ എല്ലാ കൂട്ടുകാർക്കും മിനി സ്പെഷ്യലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക കിച്ചടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളരിക്ക ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളരിക്കയിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. വെള്ളരിക്ക വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം വെക്കരുത്, എന്നാൽ പിന്നെ നമ്മുടെ കിച്ചടി ഒരുപാട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് 1/4 കപ്പ് വെള്ളം ധാരാളം മതിയാവും. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കിച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ, നല്ല പച്ച തേങ്ങയാണ് നമ്മൾ കിച്ചടിക്ക് വേണ്ടി എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, പകരം നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം നമ്മളെ അരപ്പ്. വെള്ളരിക്ക നന്നായിട്ട് വെന്ത് അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒത്തിരി ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. കണ്ടോ, നമ്മുടെ കിച്ചടി നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും തന്നെ ലൂസായിട്ടില്ല. അടുത്തത് നമ്മൾ ഇതിലോട്ട് നല്ല കട്ടി തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് നമ്മൾ ചേർക്കേണ്ടത്. ഞാൻ ചേർത്തിരിക്കുന്ന തൈരിൽ അധികം പുളിയില്ല, ഒരു മീഡിയം പുളി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കിച്ചടി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് താളിച്ചൊഴിക്കണം. ഇനിയിപ്പോൾ നമുക്ക് കിച്ചടിയിലോട്ടൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കൂടെ കുറച്ച് കടുക്, കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് നമ്മുടെ കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിച്ചടി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.